إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാന്യരായ സഹോദരങ്ങളെ സഹോദരിമാരെ, അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൂക്ഷിക്കണേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ സഹോദരിമാരെ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കിതാബിൽ അള്ളാഹു റബ്ബുൽ ആലമീൻ അവനെക്കുറിച്ച് വളരെ മനോഹരമായി എന്നാൽ ഒരു ചെറിയ സൂറത്തായിക്കൊണ്ട് അവതരിപ്പിച്ചിരിക്കുന്നു. സൂറത്തുൽ ഇഖ്ലാസ്. അള്ളാഹു പറഞ്ഞു, ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അള്ളാഹു പറയുന്നു, ഖുൽ പറയുക, ഹുവല്ലാഹു അഹദ് അള്ളാഹു അവൻ ഏകനാകുന്നു, അല്ലാഹു സമദ് അവൻ മറ്റൊരാളുടെയും സഹായം ആവശ്യമില്ലാത്ത രൂപത്തിൽ സ്വയം പര്യാപ്തതയുള്ളവനാണ്, ലം യലിദ് വലം യൂലദ് അവൻ ജനിച്ചിട്ടില്ല, മറ്റൊരാൾക്ക് ജന്മം നൽകിയിട്ടില്ല, വലം യകുൽ ലഹു കുഫുവൻ അഹദ് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പോലെ അവന് പേരൊത്ത, അവന് നാമമൊത്ത, അവൻ്റെ വിശേഷണമൊത്ത ഒരാളും തന്നെയില്ല, യാതൊന്നും തന്നെയില്ല. സഹോദരങ്ങളെ, ഈ മഹത്തായ സൂറത്തിനെ കുറിച്ച് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, വല്ലദീ നഫ്സി ബിയദിഹി എൻ്റെ ആത്മാവ് ഏതൊരുവൻ്റെ കയ്യിലാണോ ആ അള്ളാഹു തന്നെ സത്യം, ഇന്നഹാ ലതഅദിലു സുലുസൽ ഖുർആൻ തീർച്ചയായും ഇത് ഖുർആനിലെ 1/3 തുല്യമാകുന്നു. സഹോദരങ്ങളെ, ഖുൽ എന്ന് പറഞ്ഞാൽ നീ പറയുക, അഥവാ കേവലം നാവ് കൊണ്ടുള്ള പറച്ചിൽ പ്രഖ്യാപനം മാത്രമല്ല, മറിച്ച് ഹൃദയത്തിൽ അതിൻ്റെ ആശയം, അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് നീ പ്രഖ്യാപിക്കുക, നീ പറയുക, ഹുവല്ലാഹു അഹദ് അള്ളാഹു അവൻ ഏകനാകുന്നു. എന്താണ് അള്ളാഹു ഏകനാകുന്നു എന്ന് പറഞ്ഞാൽ? അവന് ഒരു സഹായിയോ ഒരു കൂട്ടുകാരനോ ഒന്നുമില്ല, അവന് സമന്മാരില്ല, അവനോട് സാദൃശ്യമുള്ള ഒരാളും തന്നെയില്ല, ഒന്നും തന്നെയില്ല. അവന് തുല്യനായിട്ടും ഒരാളുമില്ല, ആരുമില്ല.
ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഏകനാണ് എന്ന് പറഞ്ഞാൽ. സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു എല്ലാ നിലക്കും എല്ലാ അർത്ഥത്തിലും ഏകനാണ്. അവനൊരു സഹായിയോ കൂട്ടുകാരനോ അവന് സമന്മാരോ അവന് സാദൃശ്യമുള്ളവരോ അവനോട് സാദൃശ്യമുള്ളവരോ അവന് തുല്യരോ അങ്ങനെ ഒന്നും തന്നെയില്ല, യാതൊന്നുമില്ല എന്നതാണ് ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് പറഞ്ഞാൽ. അവൻ്റെ ദാത്തിൽ, അവൻ്റെ അസ്തിത്വത്തിൽ, അവൻ്റെ നാമങ്ങളിൽ, അവൻ്റെ വിശേഷണങ്ങളിൽ, അവൻ്റെ പ്രവർത്തനങ്ങളിൽ ഏകനാകുന്നു. അവൻ അൽ അഹദാണ്, അൽ വാഹിദാണ്. സഹോദരങ്ങളെ, ഇതാണ് നമ്മുടെ റബ്ബ്. ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പരിപൂർണമായി ഏകനാക്കുക എന്നത് നമ്മുടെ മേൽ നിർബന്ധമാണ്. അത് നമ്മുടെ ഈ ദീനിൻ്റെ അടിത്തറയിൽപ്പെട്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അറിയിച്ചിരിക്കുന്നു. അല്ലാഹു സമദ്, അല്ലാഹു അസ്സമദാണ്. അസ്സമദ് എന്ന് പറഞ്ഞാൽ അല്ലദി യസ്മുദുൽ ഖലായിഖു ഇലൈഹി ഫി ഹവായിജിഹിം വമസായിലിഹിം. ലോകത്തുള്ള സർവ്വതും, അല്ലാഹു അല്ലാത്ത സർവ്വതും അവനിലേക്കാണ് ആശ്രയവുമായി ചെല്ലുക. അവനോടാണ് സർവ്വരും അവരുടെ ആവശ്യങ്ങൾ പറയുക, അവരുടെ ചോദ്യങ്ങൾ ചോദിക്കുക. എന്ന് പറഞ്ഞാൽ എല്ലാവരും ഏതൊരുവനിലാണോ ആശ്രയം അർപ്പിച്ചിട്ടുള്ളത് അവനാണ് അസ്സമദ്. അല്ലാഹു ആകട്ടെ ഒരാളുടെയും ആശ്രയം ആവശ്യമില്ലാത്തവനാണ്. അതുകൊണ്ടാണ് അല്ലാഹു പറഞ്ഞത്, യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിലേക്ക് ആവശ്യക്കാരാണ്, നിങ്ങൾ അല്ലാഹുവിലേക്ക് ദരിദ്രരാണ്, നിങ്ങൾ അല്ലാഹുവിലേക്ക് ആവശ്യക്കാരാണ്. എന്നാൽ വല്ലാഹു ഹുവൽ ഗനിയുൽ ഹമീദ്, അല്ലാഹു ആകട്ടെ അവൻ അൽ ഗനിയാണ്, അവൻ ധന്യനാണ്, അവൻ എല്ലാ സ്തുതിക്കും അർഹതയുള്ളവനാണ്. അല്ലാഹുവിന് ഒരാളുടെയും ആശ്രയം ആവശ്യമില്ല. എല്ലാ അർത്ഥത്തിലും അല്ലാഹു അസ്സമദാണ്. അവൻ്റെ സമദീയത്ത് എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ പരിപൂർണമാണ്. ഒരു നിലക്കും ഒരു ഘട്ടത്തിലും ഒരു പരാശ്രയവും ആവശ്യമില്ലാത്തവനാണ് നമ്മുടെ റബ്ബ് സുബ്ഹാനഹു വ തആല. എന്നാൽ അല്ലാഹു അല്ലാത്ത ആരാധിക്കപ്പെടുന്നവർ, വ്യക്തികൾ, ശക്തികൾ, മരങ്ങൾ, കല്ലുകൾ, ബിംബങ്ങൾ, വിഗ്രഹങ്ങൾ ഏതുമാവട്ടെ, അവരെല്ലാവരും സൃഷ്ടികളാണ്. അവരെല്ലാം പരസഹായം ആവശ്യമുള്ളവരാണ്. അതുകൊണ്ടല്ലേ നിങ്ങൾ നോക്കൂ, ആൾ ദൈവങ്ങൾ, അവരെ സ്വീകരിക്കാനും പിടിച്ചു നടത്താനും ഇരുത്താനും രോഗം വന്നാൽ ചികിത്സിക്കാനും ഒക്കെ ആളുകളുണ്ട്. അവർക്ക് പാരാവാരങ്ങളുണ്ട്, സഹായികളുണ്ട്. അവർ മറ്റുള്ളവരിലേക്ക് ആശ്രയം തേടുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ അസ്സമദാണ്. അവൻ ഒരാളുടെയും സഹായം ആവശ്യമില്ല. അല്ലാഹു പറയുന്നു, ലം യലിദ് വലം യൂലദ്, അവൻ ജനിച്ചിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ജനിച്ചവനല്ല, അവൻ ആദ്യമേ ഉള്ളവനാണ്. അതുപോലെ തന്നെ അവൻ അന്ത്യമില്ലാത്തവനുമാണ്. ഹയ്യുൻ ലാ യമൂത്ത്. എന്നാൽ സൃഷ്ടികൾ, അവർ സൃഷ്ടിക്കപ്പെടുന്നു, അവർ ജനിക്കുന്നു, അവർ ജന്മം നൽകുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ലം യലിദ്, അവൻ ഒരാൾക്കും ജന്മം നൽകിയിട്ടില്ല. വലം യൂലദ്, അവൻ ജനിച്ചിട്ടുമില്ല. അതാ തഫ്സീറുകളിൽ കാണാം, ഐ ലൈസ ലഹു വലദുൻ വലാ വാലിദുൻ വലാ സാഹിബത്തുൻ. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഒരു സന്താനമില്ല, അവൻ പിതാവില്ല, അവന് ഇണയില്ല. അതാണ് സഹോദരങ്ങളെ ലം യലിദ് വലം യൂലദ് എന്ന് പറഞ്ഞാൽ. നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ അൽ ഖാലിഖാണ്, അവൻ സൃഷ്ടാവാണ്, സർവരുടെയും സൃഷ്ടാവാണ് അല്ലാഹു. അല്ലാഹു പറയുകയാണ്, ബദീഉസ് സമാവാതി വൽ അർദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനാകുന്നു ഒരു മുൻമാതൃകയില്ലാതെ ആകാശഭൂമികൾ സൃഷ്ടിച്ചുണ്ടാക്കിയവൻ. അന്നാ യകൂനു ലഹു വലദുൻ, അങ്ങനെ യാതൊരു മുൻമാതൃകയുമില്ലാത്ത രൂപത്തിൽ ആകാശഭൂമികളെ സൃഷ്ടിച്ച് നിയന്ത്രിച്ചു പരിപാലിക്കുന്നവനായ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് എങ്ങനെയാണ് ഒരു
സന്താനം യോജിക്കുക. വലം തകുൻ ലഹു സാഹിബ, അവനൊരു ഇണ, ഒരു തുണ അവന് അനുയോജ്യമല്ല. വഖലഖ കുല്ല ശൈഇൻ, എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ എല്ലാറ്റിനെയും പടച്ചവനാണ്, എല്ലാറ്റിൻ്റെയും സൃഷ്ടാവാണവൻ. വഹുവ ബികുല്ലി ശൈഇൻ അലീം, അവൻ എല്ലാറ്റിനെ കുറിച്ചും അറിവുള്ളവനുമാകുന്നു. അങ്ങനെയുള്ള സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഒരു സന്താനം ഉണ്ടാവുക, ഒരു ഇണയുണ്ടാവുക, ഒരു പിതാവ് ഉണ്ടാവുക എന്നതൊരിക്കലും അനുയോജ്യമല്ല. അല്ലാഹു ലം യലിദ് വലം യൂലദ്. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് പലരും പലതും പറയാറുണ്ട്. പഴയ കാലം മുതലേ യഹൂദികളും നസാറാക്കളും ബഹുദൈവ വിശ്വാസികളും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് പലതും പറഞ്ഞു വരുത്തിയിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് യഹൂദർ പറഞ്ഞു ഉസൈർ നബി അലൈഹിസ്സലാം അദ്ദേഹം അല്ലാഹുവിൻ്റെ പുത്രനാണ്. നസാറാക്കൾ പറഞ്ഞു മറിയമിൻ്റെ പുത്രൻ ഈസ അലൈഹിസ്സലാം അല്ലാഹുവിൻ്റെ പുത്രനാണ്. മക്കയിലെ മുശ്രിക്കുകൾ പറഞ്ഞു മലക്കുകൾ അല്ലാഹുവിൻ്റെ പെൺമക്കളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു അല്ലാഹു അവൻ ഏകനാണ്, അവൻ അസ്സമദാണ്, ലം യലിദ് വലം യൂലദ്, അവൻ ജനിച്ചതല്ല, അവൻ മറ്റൊരാൾക്ക് ജന്മം നൽകിയിട്ടുമില്ല, അവൻ പിതാവല്ല, അവൻ പുത്രനല്ല, മറിച്ച് അല്ലാഹു എല്ലാറ്റിനെയും പടച്ച സ്രഷ്ടാവാകുന്നു. സഹോദരങ്ങളെ, ഈ ഗുരുതരമായ ഗൗരവമായ വാക്ക് അഥവാ അല്ലാഹുവിനൊരു സന്താനമുണ്ട്, അല്ലാഹുവിനൊരു മകനുണ്ട്, അല്ലാഹുവിന് പെൺമക്കളുണ്ട് എന്ന ആ ഗൗരവത്തിലുള്ള ഗുരുതരമായ വാക്കിൽ നിന്ന് ഉടലെടുത്തതാണ് ഇനി ഇതാ വരാനിരിക്കുന്ന ചില ആഘോഷങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വാക്കിനെ കുറിച്ച് പറഞ്ഞത് പരിശുദ്ധ ഖുർആനിൽ സൂറത്തു മറിയമിൽ നമുക്ക് കാണാം. അല്ലാഹുവിൻ്റെ ഈ ആയത്തുകൾ പാരായണം ചെയ്യുന്ന, ഇതിൽ വിശ്വസിക്കുന്ന ഒരു മുസ്ലിമിന് എങ്ങനെയാണ് ഈ പറഞ്ഞ ആഘോഷങ്ങൾ ആഘോഷിക്കാനും തങ്ങളുടെ വീട്ടിൽ അതിൻ്റെ പ്രകാശം പരത്താനും അതുപോലെ അതിന് ആശംസ പറയാനും സാധിക്കുന്നത് എന്ന് പുനർവിചിന്തനം നടത്തേണ്ടതുണ്ട്. അല്ലാഹു പറയുന്നു വഖാലു ഇത്തഖദർ റഹ്മാനു വലദാ, വഖാലു അവർ പറഞ്ഞു ഇത്തഖദർ റഹ്മാനു വലദാ, റഹ്മാനായ റബ്ബ് ഒരു സന്താനത്തെ സ്വീകരിച്ചിരിക്കുന്നു. അല്ലാഹു പറയുകയാണ് ലഖദ് ജിഅ്തും ശൈഅൻ ഇദ്ദാ, അവരാ പറഞ്ഞ വാക്കുണ്ടല്ലോ കഠോരമായ കടുത്ത ഒരു വാക്കാണ്, ഒരു കാര്യമാണ് അവർ ചെയ്തിട്ടുള്ളത്. ആ വാക്ക് കാരണത്താൽ, ആ വാക്ക് അവർ പറഞ്ഞത് കാരണത്താൽ തകാദു സ്സമാവാതു യതഫത്തർന മിൻഹു വതൻശഖുൽ അർദു വതഖിറുൽ ജിബാലു ഹദ്ദാ, ആകാശങ്ങൾ തകർന്ന് താഴേക്ക് പതിയാറായിരിക്കുന്നു, ഭൂമി പിളർന്ന് വിണ്ടുകീറാൻ ആയിരിക്കുന്നു, പർവ്വതങ്ങൾ തകർന്ന് തരിപ്പണമാവാനായിരിക്കുന്നു. അൻ ദഅു ലിർറഹ്മാനി വലദാ, അവർ റഹ്മാനായ റബ്ബിനൊരു സന്താനമുണ്ട് എന്ന് വാദിച്ചത് കാരണത്താൽ. സഹോദരങ്ങളെ, ചിന്തിച്ചു നോക്കൂ, ഏതാണ് ഈ വാക്ക്? ഈ ശിർക്കിൻ്റെ കൊടിയ അപരാധത്തിൻ്റെ വാക്ക്. അത് മനുഷ്യരും ജിന്നുകളുമല്ലാത്ത അള്ളാഹുവിൻ്റെ മുഴുവൻ പടപ്പുകൾക്കും സഹിക്കാൻ താങ്ങാൻ സാധിക്കാത്തതാണ്. ആകാശങ്ങൾ പൊട്ടിത്താഴേക്ക് പതിക്കാറായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് ആ ഗൗരവം? എങ്ങനെ ഒരു മുസ്ലിമിന് അത് കണ്ടിട്ട് സന്തോഷിക്കാനും അതിനാശംസ പറയാനും അത് തങ്ങളുടെ വീട്ടിലേക്ക് കയറ്റാനും തോന്നുന്നു? ചിന്തിച്ചു നോക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല റഹ്മാൻ എന്നവൻ്റെ നാമമാണ് ഈ ആയത്തുകളിൽ കൊണ്ടുവന്നിട്ടുള്ളത്. പരമകാരുണികനായ അല്ലാഹു സുബ്ഹാനഹു വ തആല, അവനെ കുറിച്ചാണ് അവർ പറയുന്നത് അൻ ദഅു ലിർറഹ്മാനി വലദാ, റഹ്മാനായ റബ്ബിനൊരു സന്താനമുണ്ട് എന്നാണ് അവർ പറഞ്ഞത്. അല്ലാഹു പറയുകയാണ് വമാ യംബഗി ലിർറഹ്മാനി അൻ യത്തഖിദ വലദാ, റഹ്മാനായ റബ്ബിന് ഒരു സന്താനത്തെ സ്വീകരിക്കുക എന്നതൊരിക്കലും അനുയോജ്യമല്ല. കാരണം അവൻ ലം യലിദ് വലം യൂലദ്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഒരിക്കലും അനുയോജ്യമല്ല അത്. എന്നിട്ട് അല്ലാഹു പറയുന്നു
ഇൻ കുല്ലു മൻ ഫിസ് സമാവാതി വൽ അർദി ഇല്ലാ ആതിർ റഹ്മാനി അബ്ദ. ആകാശഭൂമികളിലുള്ളവരെല്ലാവരും റഹ്മാനായ റബ്ബിന്റെ അടുക്കലേക്ക് അടിമകളായി കൊണ്ടല്ലാതെ വന്നെത്തുന്നില്ല. എല്ലാവരും അള്ളാഹുവിന്റെ അടിമകളാണ്. ലഖദ് അഹ്സാഹും വഅദ്ദഹും അദ്ദ. അള്ളാഹുവിന്റെ സൃഷ്ടികളെ കുറിച്ച് ഏറ്റവും നന്നായി കണക്ക് കൂട്ടി വെച്ചിരിക്കുന്നു. അവൻ കൃത്യമായി അറിയുന്നവനാണ്. അവൻ എണ്ണി തിട്ടപ്പെടുത്തിയിരിക്കുന്നു. വകുല്ലുഹും ആതീഹി യൗമൽ ഖിയാമത്തി ഫർദ. എല്ലാവരും ഓരോരുത്തരും ഖിയാമത്ത് നാളിൽ ഒറ്റക്കൊറ്റക്ക് തനിച്ചാണ് അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് കടന്നു വരിക. സഹോദരങ്ങളെ, അള്ളാഹുവിനൊരു സന്താനമുണ്ട് എന്ന് പറയൽ എത്ര ഗുരുതരമായ വാക്കാണെന്ന് നോക്കൂ നിങ്ങൾ. ഷിർക്കിൻ്റെ വാക്കുകൾ, ഷിർക്ക് എന്ന കടുത്ത അപരാധം, അള്ളാഹുവിൽ പങ്കുചേർക്കുക എന്ന കാര്യം, അള്ളാഹുവിന് സമന്മാരെ നിശ്ചയിക്കുക എന്ന കാര്യം, അള്ളാഹുവിന് സന്താനങ്ങളുണ്ട് എന്ന് പറയുന്ന കാര്യം ആകാശഭൂമികൾക്കും പർവ്വതങ്ങൾക്കും അള്ളാഹുവിൻ്റെ പടപ്പുകൾക്കും സഹിക്കാൻ സാധിക്കാത്തതാണ്. ഈ കാണുന്നതെല്ലാം നിലനിൽക്കുന്നത് സഹോദരങ്ങളെ അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുക എന്ന തൗഹീദ് അത് ഈ ദുനിയാവിൽ ഉള്ളത് കൊണ്ടാണ്. അതില്ലാതെയായാൽ, അതാണ് ഖിയാമത്ത് നാളിൽ അല്ലാഹ് അല്ലാഹ് എന്ന് വിളിക്കുന്ന ഒരാളും ഇല്ലാതെയായാൽ ഈ കാണുന്ന ആകാശങ്ങൾ മുഴുവനും പൊട്ടിത്താഴേക്ക് പതിക്കും, നക്ഷത്രങ്ങൾ ഉതിർന്ന് താഴേക്ക് പതിക്കും, ഭൂമി പിളർന്ന് വിണ്ടുകീറും, പർവ്വതങ്ങൾ പന്നിക്കെട്ട് പോലെ പാറി നടക്കും. സഹോദരങ്ങളെ, ഷിർക്കിൻ്റെ ഗൗരവമാണിത്. മുസ്ലിം സമുദായത്തോട് വളരെ ഗുണകാംക്ഷയോടുകൂടി പറയട്ടെ, നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ, അള്ളാഹുവിൻ്റെ എല്ലാ റസൂലുമാരിലും നബിമാരിലും വിശ്വസിക്കുന്നവരാണെങ്കിൽ, അള്ളാഹു പഠിപ്പിച്ചതുപോലെ ആയിരിക്കണം നമ്മുടെ ഈമാൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചതിന് എതിരായി നമ്മൾ വിശ്വസിച്ചാൽ, നമ്മൾ പ്രവർത്തിച്ചാൽ, നമ്മൾ ആചരിച്ചാൽ, നമ്മൾ അനുഷ്ഠിച്ചാൽ, സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് തനിച്ച് ഒറ്റക്കൊറ്റക്ക് നഫ്സി നഫ്സി, എൻ്റെ സ്വന്തം ഞാൻ എന്ന് പറഞ്ഞ് കടന്നു വരുന്നൊരു ദിവസമുണ്ട്. അന്ന് ആവിഷ്കാര സ്വാതന്ത്ര്യം പറഞ്ഞവരുണ്ടാവുകയില്ല, ദീനിനെ പരിഹസിക്കുന്നവരുണ്ടാവുകയില്ല, ഇവിടെയെല്ലാ അഴിഞ്ഞാട്ടവും കുത്തഴിഞ്ഞ ജീവിതവും പ്രചരിപ്പിച്ച ആളുകൾ ഉണ്ടാവുകയില്ല. മറിച്ച് വകുല്ലുഹും ആതീഹി യൗമൽ ഖിയാമത്തി ഫർദ. എല്ലാവരും ഒറ്റക്കൊറ്റക്ക് തനിച്ച് അള്ളാഹുവിൻ്റെ മുന്നിലേക്ക് കടന്നു വരുന്ന ദിവസമുണ്ട്. ആൾക്കാരൊക്കെ ഇങ്ങനെ, നാട്ടുകാർക്ക് ഇങ്ങനെ, പിന്നെ ഞാൻ മാത്രം ഇങ്ങനെ എതിരായിട്ട് നിൽക്കുക, ഞാൻ മാത്രം ഇതിനെതിരെ ശബ്ദിച്ചാൽ എങ്ങനെയാണ് ശരിയാവുക? പ്രിയമുള്ളവരെ, അന്തസ്സുള്ള പ്രതാപമുള്ള മുസ്ലിമായി തീരാനാണ് അള്ളാഹു നമ്മെ പടച്ചത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ സൃഷ്ടിച്ചത് മരിക്കുന്നതുവരെ അന്തസ്സുള്ള പ്രതാപമുള്ള മുസ്ലിമായി തീരാനാണ്. നമ്മുടെ ആദർശം ഒരു സ്ഥലത്തും പണയം വെക്കാനുള്ളതല്ല. നമ്മുടെ ദീൻ ദുനിയാവിൻ്റെ തുച്ഛമായ കാര്യങ്ങൾക്ക് വേണ്ടി വിറ്റഴിക്കാനുള്ളതല്ല, നശിപ്പിക്കാനുള്ളതല്ല. കാരണം നമുക്ക് പരലോകം പ്രതീക്ഷിക്കാനുണ്ട്. ഈ ജീവിതം കഴിഞ്ഞാൽ നമുക്ക് പോകാനുള്ളത് പരലോകത്തേക്കാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെക്കുറിച്ച് പഠിപ്പിച്ച് തന്നതുപോലെ അവനിൽ നാം വിശ്വസിക്കേണ്ടതുണ്ട്. ആരൊക്കെ എന്തൊക്കെ ആചരിച്ചാലും, എന്തൊക്കെ പ്രവർത്തിച്ചാലും, ഏത് രൂപത്തിൽ പ്രവർത്തിച്ചാലും മുസ്ലിം അവൻ അള്ളാഹുവിന് സ്വന്തത്തെ സമർപ്പിച്ചവനാണ്. അവൻ അള്ളാഹുവിന് വഴിപ്പെട്ടവനാണ്. അവൻ അള്ളാഹുവിന് കീഴൊതുങ്ങിയവനാണ്. അവൻ നാടോടുമ്പോൾ നടുകെ ഓടേണ്ടവനല്ല. ഏത് കാലത്തേക്കും, ഏത് നാടിനും, ഏത് സാഹചര്യങ്ങൾക്കും അനുയോജ്യമായ ദീനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അവതരിപ്പിച്ചു തന്നിട്ടുള്ളത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെക്കുറിച്ച് പറയുന്നു, ലം യലിദ് വലം യൂലദ്. അള്ളാഹു ജനിച്ചിട്ടില്ല, മറ്റൊരാൾക്ക് ജന്മം നൽകിയിട്ടില്ല. വലം യകുൻ ലഹു കുഫുവൻ അഹദ്. അള്ളാഹുവിനെ പോലെ, അവന് സമനായി അവൻ്റെ നാമങ്ങളിലോ വിശേഷണങ്ങളിലോ അവൻ്റെ പ്രവർത്തനങ്ങളിലോ
യാതൊന്നിലും അള്ളാഹുവിനെ പോലെ ഒരാളും തന്നെ ഇല്ല. അതുകൊണ്ടാണ് നോക്കൂ നിങ്ങൾ, അള്ളാഹു കേൾക്കുന്നത് പോലെ കേൾക്കും, അള്ളാഹു കാണുന്നത് പോലെ കാണും, അള്ളാഹു അറിയുന്നത് പോലെ അറിയും എന്ന് അള്ളാഹു അല്ലാത്ത ഏതെങ്കിലും പടപ്പിനെ കുറിച്ച് വിശ്വസിച്ചാൽ അവൻ ഈ ആയത്തിന് എതിര് പ്രവർത്തിച്ചിരിക്കുന്നു. എവിടെ നിന്ന് വിളിച്ചാലും കേൾക്കാനും കാണാനും അറിയാനും കഴിവുള്ളവൻ അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. അവന് പേരൊത്ത, അവന് നാമമൊത്ത, അവന് വിശേഷണമൊത്ത, അവൻ്റെ പ്രവർത്തനങ്ങളോട് സാദൃശ്യമുള്ള ഒരാളും തന്നെ ഇല്ല. ആദ്യം നമ്മൾ കേട്ട ആയത്തിൽ അള്ളാഹു പറഞ്ഞതുപോലെ ഖുൽ പറയുക ഹുവല്ലാഹു അഹദ്, അവൻ ഏകനാണ്, അള്ളാഹു ഏകനാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി പഠിക്കുവാനും മനസ്സിലാക്കുവാനും നമുക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മരണം വരെ അള്ളാഹു അവൻ്റെ ദീനിൽ നമ്മെ ഉറപ്പിച്ച് നിർത്തുമാറാവട്ടെ. അഖൂലു മാ തസ്മഊൻ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബിൻ ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെക്കുറിച്ച് വളരെ ചെറിയ ഒരു സൂറത്തിൽ നമുക്കറിയിച്ചു തന്ന മഹത്തായ സൂറത്തിൻ്റെ ആയത്തുകളാണ് നമ്മൾ കേട്ടത്. ഇത് ദിനേന പല സന്ദർഭങ്ങളിൽ പാരായണം ചെയ്യുന്നവരാണ് ഓരോ മുസ്ലിമും. രാവിലത്തെ ദിക്റുകളിൽ, വൈകുന്നേരത്തെ ദിക്റുകളിൽ, 5 നേരത്തെ നിസ്കാരങ്ങൾക്ക് ശേഷം ഈ ആയത്തുകൾ, ഈ സൂറത്ത് നമ്മൾ പാരായണം ചെയ്യുന്നവരാണ്. ഇത് പാരായണം ചെയ്തിട്ടും ഒരാൾ ഇതിന് വിരുദ്ധമായി പ്രവർത്തിക്കുക എന്നുള്ളത് ഒരിക്കലും ശരിയല്ല. വളരെ ഗൗരവമായ കഠോരമായ അപരാധത്തിലാണ് അവൻ ഏർപ്പെട്ടിട്ടുള്ളത്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. നോക്കൂ സഹോദരങ്ങളെ, ഈ വാക്കുകൾ, അള്ളാഹുവിനൊരു സന്താനമുണ്ട് എന്ന കഠോരമായ വാക്ക്, അള്ളാഹുവിൽ പങ്കുചേർക്കുക എന്ന കാര്യം, ഇത് വളരെ ഗൗരവമാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലാ അഹദ അസ്ബറു അലാ അദൻ യസ്മഉഹു മിനല്ലാഹി അസ്സ വജല്ല. അള്ളാഹുവിനേക്കാൾ, അള്ളാഹുവിനെ കുറിച്ച് ഒരുപാട് അപരാധങ്ങൾ, ദുഷിച്ച വാക്കുകൾ, മോശമായ വാക്കുകൾ, ഇതെല്ലാം പറഞ്ഞത് കേട്ടിട്ടും അങ്ങേയറ്റം ക്ഷമ പാലിക്കുന്ന ഒരാളും തന്നെയില്ല. ഇന്നഹു യുശ്റകു ബിഹി, അള്ളാഹുവിൽ പങ്കുചേർക്കപ്പെടുന്നു. അള്ളാഹുവാണ് സൃഷ്ടാവ് എന്നിരിക്കെ അവനല്ലാത്തവരെ ആരാധിക്കുന്നു, അവനല്ലാത്തവർക്ക് ആരാധനകൾ നൽകുന്നു. എന്നിട്ടും അള്ളാഹു ക്ഷമിക്കുകയാണ്. വയുജഅലു ലഹുൽ വലദ്, അള്ളാഹുവിന് അതാ അവർ സന്താനത്തെ നിശ്ചയിക്കുന്നു. അള്ളാഹുവിനൊരു സന്താനമുണ്ട് എന്ന് യഹൂദികളും നസാറാക്കളും മുശ്രിക്കുകളും ഒക്കെ പറയുന്നുണ്ട്. എന്നിട്ടും അള്ളാഹു ക്ഷമിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, സുമ്മ ഹുവ യുആഫീഹിം വയർസുഖുഹും. ഇതൊക്കെ സംഭവിച്ചിട്ടും റഹ്മാനായ റബ്ബ് അവർക്ക് സൗഖ്യം നൽകുന്നു, അവർക്ക് ഉപജീവനം നൽകുന്നു, അവർക്ക് ഭക്ഷണം നൽകുന്നു. അള്ളാഹുവിനെ പോലെ ക്ഷമിക്കുന്ന, ക്ഷമയുള്ള ഒരാളും തന്നെ ഇല്ല എന്നാണ്. സഹോദരങ്ങളെ, നമ്മുടെ റബ്ബ്, റഹ്മാനായ റബ്ബ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് സന്താനമുണ്ട് എന്ന് വാദിക്കുന്ന, അതിൻ്റെ പേരിൽ നിർമ്മിക്കപ്പെട്ട ആഘോഷങ്ങളും അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും എങ്ങനെയാണ് ഒരു മുസ്ലിമിന് അത് ആഘോഷിക്കാനും അതിനാശംസകൾ പറയാനും സാധിക്കുക? നമ്മൾ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട കാര്യമാണ്. ഗൗരവത്തിൽ ചിന്തിച്ചു നോക്കൂ നിങ്ങൾ, എത്ര ഗുരുതരമായ അപകടത്തിലാണ് അങ്ങനെയുള്ള ആളുകൾ ചെന്നുപെട്ടിട്ടുള്ളത്. മുസ്ലിം സമുദായം ഇന്ന് അള്ളാഹു നൽകിയ 2 ആഘോഷങ്ങൾ മതിവരാതെ മറ്റുള്ള ആഘോഷങ്ങൾ നെഞ്ചിലേറ്റാൻ ഓടി നടക്കുകയാണ്.
വല്ലാഹി അല്ലാഹുവാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പരിമളം അതുകൊണ്ട് നശിപ്പിച്ചു കളയും. പ്രതാപത്തിൽ നിന്ന് നിന്ദ്യതയിലേക്കും പതിത്വത്തിലേക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ തള്ളിവിടാൻ അത് മതിയായതാണ്. ഈ കാണുന്ന ആകാശഭൂമികൾക്ക്, പർവ്വതങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്ത ശിർക്കും കുഫ്റും മുസ്ലിമായ നമ്മുടെ നാവുകളിൽ നിന്ന്, നമ്മുടെ അള്ളാഹു നൽകിയ അവയവങ്ങളിൽ നിന്ന് എങ്ങനെയാണ് പ്രിയമുള്ളവരെ മുകളിലേക്ക് ഉയർന്നു പോകാൻ നമ്മൾ അനുവദിക്കുന്നത്? നമ്മൾ അള്ളാഹുവിന് വഴിപ്പെടേണ്ടവരാണ്. നമ്മൾ അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യേണ്ടവരാണ്. അള്ളാഹുവിൽ യഥാരൂപത്തിൽ വിശ്വസിക്കേണ്ടവരാണ്. മരണം വരെ അള്ളാഹു പറഞ്ഞില്ല വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, മുസ്ലിമീങ്ങളായിക്കൊണ്ടല്ലാതെ നിങ്ങൾ മരിച്ചു പോകരുത്. ഇസ്ലാമിൻ്റെ വിശ്വാസ കർമ്മ ആചാര അനുഷ്ഠാനങ്ങളിലായിക്കൊണ്ടല്ലാതെ നിങ്ങൾ മരിക്കരുത് എന്നാണ് പറഞ്ഞത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്ത് അവൻ്റെ ദീനിൽ അടിയുറച്ച് നിൽക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ റഹ്മാനായ റബ്ബിൻ്റെ അടിമകൾ ഒരിക്കലും വ്യാജങ്ങൾക്ക് സാക്ഷ്യം നിൽക്കാത്തവരാണ്. വ്യാജമെന്ന് പറഞ്ഞാൽ ഷിർക്ക്, മുശ്രിക്കുകളുടെ ആഘോഷങ്ങൾ എന്നൊക്കെ തഫ്സീറുകളിൽ കാണാം. വ്യർത്ഥമായ അടിസ്ഥാനരഹിതമായ ഒന്നിനും സാക്ഷ്യം വഹിക്കാത്തവരാണ് അള്ളാഹുവിൻ്റെ റഹ്മാനായ റബ്ബിൻ്റെ അടിമകൾ. ആ കൂട്ടത്തിലാണോ നമ്മൾ? പരിശോധിക്കേണ്ടതുണ്ട്. നമ്മൾ പരിശോധിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. എല്ലാവിധ തിന്മകളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. മരണം വരെ അള്ളാഹു അവൻ്റെ ദീനിൽ ഉറച്ചു നിൽക്കാൻ നമ്മെ സഹായിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ ദീനിലായിക്കൊണ്ട് അള്ളാഹു നമ്മെ മരിപ്പിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ തെറ്റുകുറ്റങ്ങൾ, ന്യൂനതകൾ, കുറവുകൾ വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാവട്ടെ. അള്ളാഹു നമ്മിലെ രോഗികൾക്ക് ശിഫാ നൽകുമാറാവട്ടെ. നമ്മിൽ നിന്നും ഈമാനോടുകൂടി മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്ത് നൽകുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലനാ വർഹംനാ. അല്ലാഹുമ്മ ആതി നുഫൂസനാ തഖ്വാഹാ വസക്കിഹാ അൻത ഖൈറു മൻ സക്കാഹാ അൻത വലിയുഹാ വമൗലാഹാ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല الشرك والمشركين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم توفنا مسلمين وألحقنا بالصالحين. اللهم يا مقلب القلوب ثبت قلوبنا على دينك، ويا مصرف القلوب صرف قلوبنا على طاعتك. اللهم إنا نسألك الهدى والتقى والعفاف والغنى. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله وسلم وبارك على نبينا محمد وعلى آله وأصحابه أجمعين والحمد لله رب العالمين.